ഈ ശിംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മളായിരിക്കുന്നത് വടക്കാഞ്ചേരി ഫൊറാന പള്ളിയുടെ അടുത്താണ്. വടക്കാഞ്ചേരി ഫൊറാന എന്ന് പറയുന്നത് തൃശൂർ ഷൊർണൂർ റൂട്ടിലെ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് സംസ്ഥാന പാതയോരത്തുള്ള സെന്റ് ഫ്രാൻസിസ് ഫൊറാന ചർച്ച്. ഇന്ന് ഈ ചർച്ചിന് വിശേഷം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഈ പള്ളിയുടെ ഉള്ളിൽ, നമ്മൾ ഈ പള്ളിയുടെ ഉള്ളിലല്ല, കേരളത്തിലെ അല്ലെങ്കിൽ സീറോ മലബാറിന്റെ പള്ളികളുടെ ഉള്ളിലെല്ലാം അവിടെ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ കുർബാന പ്രത്യേകിച്ച് നവംബർ 28-നുള്ള നവീകരിച്ച വിശുദ്ധ കുർബാനയെ അനുബന്ധിച്ച് അവിടെ ചില മാറ്റങ്ങൾ വികാരി ആന്റണി ചെമ്പകശ്ശേരി അച്ഛൻ ഇന്ന് നമുക്ക് അതിന്റെ വിവരണങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു തരും. വടക്കാഞ്ചേരി, ഞാനും വടക്കാഞ്ചേരി ലോകക്കാരനാണ്. അതെ, വടക്കാഞ്ചേരി ഒരുമിച്ച് സഭയോട് ചേർന്ന്, മാർപ്പാപ്പയോട് ചേർന്ന്, കർദിനാൾമാരോട് ചേർന്ന്, ബിഷപ്പോട് ചേർന്ന് പുതിയ കുർബാനയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വികാരിച്ചനെ കേൾക്കാം. നവംബർ 28 നമ്മുടെ സിനഡ് തീരുമാനപ്രകാരം നവീകരിച്ച കുർബാനക്രമം നമ്മൾ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. വടക്കാഞ്ചേരി സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറാന ദേവാലയത്തിൽ ഈ നവീകരിച്ച രീതിയിലുള്ള കുർബാന 28 തന്നെ തുടങ്ങും. അതിനുള്ള ഒരുക്കങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ബേമ ഇടാനുള്ള സ്ഥലങ്ങൾ, ഉയരം ഒക്കെ ക്രമപ്പെടുത്തി പണികൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ബസ് ഗാസുകൾ ആശാരിമാർ പണിതുകൊണ്ടിരിക്കുന്നു. കാർപ്പറ്റുകൾ അടുത്ത ആഴ്ച ഇടാനായിട്ട് പറ്റും. അൾത്താരമേശയും ഉയർന്നാണ് നിന്നിരുന്ന് അതല്പം താഴ്ത്തി സക്രാരി, അൾത്താര, അതുപോലെ തന്നെ വചനവേദി അതൊരു പ്രൊപ്പോർഷനിൽ ആക്കി രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും ഞങ്ങൾ ഈ കുർബാന ആരംഭിക്കാനായിട്ടുള്ള ഒരുക്കങ്ങളിലും തിരക്കുകളിലുമാണ് ഈ ദിവസങ്ങളിൽ. ഞങ്ങളുടെ അവിടെ 3 കോൺവെൻ്റ് ഉണ്ട്. 3 കോൺവെൻറ്റിലും ചെറിയ പുസ്തകങ്ങൾ എത്തിച്ചു കഴിഞ്ഞു. അവർക്ക് അരമണിക്കൂർ വീതം ഈ കുർബാനയെ പറ്റിയിട്ടുള്ള ആ പ്രാർത്ഥനകളുടെ വ്യത്യാസങ്ങളും തിരിഞ്ഞു നിൽക്കുന്നത് എപ്പോഴാണെന്നും അങ്ങനെയൊക്കെയുള്ളതിൻ്റെ ഒരു ക്ലാസ് ഓൾറെഡി ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. അന്ന് ഞങ്ങൾ 4 കുർബാനയാണ് ഞായറാഴ്ച ഇവിടെയുള്ളത്. 4 കുർബാനയിലും ഈ പ്രത്യേകിച്ചുള്ള പ്രാർത്ഥനകളും രീതികളും ജനത്തോട് വിവരിക്കുന്നതാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇതെല്ലാം പ്രാക്ടീസാകുമെന്നും മിശിഹ അനുഭവത്തിലും ഐക്യത്തിലും വളരാനായിട്ട് എല്ലാവർക്കും ഇത് സഹായകമാകും എന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവിടെയുള്ള ട്രസ്റ്റിമാരായാലും മറ്റുള്ളവരായാലും പൂർണ്ണ സഹകരണമാണ് ഇതിൽ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഭംഗിയായിട്ട് തീരാനായിട്ട്, സ്വർഗീയ അനുഭവത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഈ സാഹചര്യങ്ങൾ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പുതിയതായിട്ട് രൂപകൽപ്പന ചെയ്ത വചനവേദിയാണ് നമ്മളിവിടെ കാണുന്നത്. കാസയിൽ ഈശോയുടെ തിരുഹൃദയമാണ് കൊത്തി വെച്ചിരിക്കുന്നത്. ആ തിരുഹൃദയത്തിൻ്റെ രൂപം കൊത്തിയിട്ട് അത് ഈ വചനവേദിയിൽ വെച്ചിരിക്കുകയാണ്. മുന്തിരിക്കൊലകളും മുന്തിരി ഇലകളും ഒക്കെ ഇതിൽ കൊത്തിയിട്ടുണ്ട്. മനോഹരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ഈ ഒരുക്കിയിരിക്കുന്ന സിമൻറ്റ് തറയിലാണ് നമ്മൾ ബേമ വചനവേദി തയ്യാറാക്കുക. വൈദികന് ഇവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ പിന്നിലേക്ക് മദ്ബഹയിലേക്ക് തിരിയുമ്പോഴും ബുദ്ധിമുട്ടില്ലാതെ അച്ഛന് തിരിഞ്ഞ് ഈ മദ്ബഹയിൽ നിന്ന് കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കും.
സക്കാരിയെ നോക്കിക്കൊണ്ട്. ബസ് ഗ്ലാസുകൾ അവിടെ സജ്ജീകരിക്കും. ആശാരിമാർ പണിതുകൊണ്ടിരിക്കുന്നു. ഇതിലെ പ്രത്യേകിച്ച് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകൾ ഇട്ടിട്ടുണ്ട്. അപ്പവും മീനും പ്രതിഷ്ഠിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഏത് പ്രായത്തിലുള്ള അച്ഛന്മാർക്കും കയറി വരാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബലിപീഠം ഉയർന്നു നിന്നുകൊണ്ട് അത് ഒന്ന് താഴ്ത്തി റെഡിയാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായ പുത്തുരൂപങ്ങളുള്ള അൾത്താരയാണ് നമുക്കുള്ളത്. മുന്തിരി ഇല, കാസ, 2 കൈകളിൽ മുറിക്കപ്പെട്ട അപ്പം, താഴെ പ്ലേറ്റിൽ അപ്പം, ഇങ്ങനെ മനോഹരമായ രീതിയിൽ ഇത് ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കുഞ്ഞാടിൻ്റെ ചിത്രം ഇവിടെയുണ്ട്. ഉയർത്തുന്ന യേശുവിൻ്റെ ചിത്രം ഇവിടെയുണ്ട്. സക്രാരി, അതിൻ്റെ മുകളിലെ രൂപക്കൂട് ഫ്രാൻസിസ് സേവ്യറിൻ്റെ രൂപക്കൂടാണ് ആ റൗണ്ടിൽ കുരിശിൻ്റെ പിറകിലായിട്ട് നമ്മൾ കാണുന്നത്. നമ്മുടെ തിരുക്കർമ്മങ്ങളുടെ അവസരങ്ങളിലെല്ലാം അത് തുറന്ന് ജനങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. ഈ രൂപങ്ങൾ ഔസേപിതാവിൻ്റേതായാലും തിരുഹൃദയത്തിൻ്റേതായാലും പഴയ മരരൂപങ്ങളാണ്. ഇന്ന് ഈ മോഡലിലുള്ള രൂപങ്ങൾ കാണുക നമുക്ക് എളുപ്പമല്ല. വളരെ ലൈറ്റ് വെയ്റ്റായി ഭംഗിയായി ഒരു പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണിത്. ഉണ്ണീശോയുടെയും കന്യകാമറിയത്തിൻ്റെയും രൂപക്കൂടുകളിൽ മനോഹരമായിട്ട് നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രാർത്ഥനാ കേന്ദ്രമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ രൂപം എന്നും അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി ഇടവക സമൂഹം ഒന്നായി ഒറ്റക്കെട്ടായി അതിരൂപത അധ്യക്ഷൻ്റെയും സിനഡിൻ്റെയും മാർപ്പാപ്പയുടെയും ഒക്കെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് പുതിയ നവീകരിച്ച കുർബാനക്രമം നവംബർ 28 ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാവരുടെയും പൈതൃകത്തിൻ്റെ ഒരു കേന്ദ്രമായ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മധ്യസ്ഥതയിലുള്ള തീർത്ഥാടന കേന്ദ്രം കൂടിയായ ഈ ദേവാലയത്തിലെ 30 കുടുംബ കൂട്ടായ്മയിലെയും അംഗങ്ങൾ ഒത്തൊരുമിച്ച് ഈ ഒരു പുതിയ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ സഹകരണത്തോടും കൂടി മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ഈ ഒരു കൃത്യം വഴി, ഈ ഒരു വലിയ അനുസരണം വഴി, ഈ ഒരു വലിയ പ്രതിഷേധക്കാറ്റൊന്നുമില്ലാതെയുള്ള ഈ കുർബാന ആചരണം വഴി ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. തീർച്ചയായിട്ടും ആ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പുതിയ കുർബാനയുടെ പ്രാസാക്രമ ചർച്ചയാണ് ഇത്. അതുപോലെ തന്നെ ആഘോഷപൂർവമായ ക്രമവും സാധാരണ ക്രമവും അടങ്ങിയ പുസ്തകമാണിത്. ജനത്തിന് ഉപയോഗത്തിനുള്ള ചെറിയ പുസ്തകമാണ് ഇത്. ഇതെല്ലാം ഇന്ന് DVCLCയിൽ നിന്ന് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. എല്ലാം പ്രിൻ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്. വ്യക്തമായ നിർദ്ദേശങ്ങളും ഇതിന് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ പിതാവ് സിറോ മലബാർ സഭയിലെ മെത്രാന്മാർക്കും വൈദികർക്കും സമർപ്പിതർക്കും അൽമായർക്കും വേണ്ടി എഴുതിയ ലെറ്റർ, അതിൽ വരികൾ ഈ റാസ പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ സെക്രട്ടറി ഓറിയൻ്റൽ കോൺഗ്രിഗേഷനിൽ നിന്ന് നൽകിയിരിക്കുന്ന ലെറ്റർ ഇത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്.
കർണൽ ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ സിനഡ് തീരുമാനപ്രകാരമുള്ള ഡിക്രിയും ഇതിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എളവനാൽ പിതാവിൻ്റെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണ കുറിപ്പും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. പ്രസ്താവന എന്ന പേരിൽ എളവനാൽ പിതാവ്, അതായത് സീറോ മലബാർ സഭ ആരാധനാ കമ്മീഷൻ്റെ ചെയർമാൻ ആയ ഇപ്പോഴത്തെ കല്യാൺ ബിഷപ്പ് എഴുതിയ രേഖയും ഈ പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ജനങ്ങൾക്കുള്ള പുസ്തകമാണ്. ഇതിലും മാർപ്പാപ്പയുടെയും അതുപോലെ തന്നെ ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ സെക്രട്ടറിയുടെയും അതുപോലെ ആലഞ്ചേരി പിതാവിൻ്റെയും എളവനാൽ പിതാവിൻ്റെയും പ്രസ്താവനയും ഡിക്രികളും ഇതിൽ ഈ ജന ഉപയോഗത്തിനായിട്ട് നൽകിയിരിക്കുന്ന പുസ്തകത്തിലും പ്രിൻ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ കുർബാനക്രമത്തെ സംബന്ധിക്കുന്ന പൊതു നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇതിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന പുസ്തകത്തിലും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഘോഷപൂർവമായ കുർബാനയ്ക്കും സാധാരണ കുർബാനയ്ക്കുമുള്ള പ്രത്യേക നിർദ്ദേശങ്ങളും ഇവിടെ അർത്ഥമിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. സമൂഹ ബലിക്ക് ഉള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം കുർബാന ക്രമം ഇതിൽ ആരംഭിക്കുന്നു. അദ്ദായി മാറിയുടെ അനാഫ്രയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ളത്. 2 അനാഫ്ര കൂടി സിനഡ് അംഗീകരിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. തൈഡോറിൻ്റെ പേരിലും നെസ്തോറിയസിൻ്റെ പേരിലും അറിയപ്പെടുന്ന അനാഫ്രകൾ, ആ 2 അനാഫ്രകൾ കൂടി ഈ പുസ്തകങ്ങളിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം അദ്ദായി മാറിയുടെ അനാഫ്രയും, രണ്ടാമത് തൈഡോറിൻ്റെ അനാഫ്രയും, മൂന്നാമത് നെസ്തോറിയസിൻ്റെ അനാഫ്രയും റാസ ടെക്സ്റ്റിലും ആഘോഷമായ ക്രമത്തിൻ്റെയും സാധാരണ ക്രമത്തിൻ്റെയും ടെക്സ്റ്റിലും ജനം ഉപയോഗിക്കുന്ന ടെക്സ്റ്റിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ വ്യക്തമായിട്ട് അത് ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് രണ്ടാമത്തെ കുർബാന ക്രമം മാർത്തയദോറിൻ്റെ കൂദാശാക്രമം. തയദോറിൻ്റെ അനാഫ്രയാണ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ. അതിനുശേഷം നെസ്തോറിയസിൻ്റെ അനാഫ്ര അല്ലെങ്കിൽ കുർബാന ക്രമവും അതിനുശേഷം ചേർന്നിട്ടുണ്ട്. മൂന്നാമത്തെ കൂദാശാക്രമം മാർ നെസ്തോറിയസിൻ്റെ കൂദാശാക്രമം. അതിനുശേഷമാണ് ബാക്കി പ്രാർത്ഥനകളും പ്രോപ്രിയകളും ഇതിൽ ചേർത്തിരിക്കുന്നത്. മധുബായുടെ 2 ഭാഗത്തും പ്രതിഷ്ഠിക്കാനായിട്ടുള്ള ബസ്കസകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാമയുടെ അതേ ഡിസൈനിലെ കാസ ഒരുക്കി. ഇനി ഇതിന്മേൽ കാസയും മുന്തിരി ഇലകളും അതുപോലെ തന്നെ ഗോതമ്പ് കതിരുകളും ഇതിലെ വട്ടത്തിൽ അവർ കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിവിടെ പ്രതിഷ്ഠിക്കുന്നതാണ്. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മാധ്യസ്ഥം എന്നും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.